അബ്ദുള്ള സാറാണ്. എല്ലാ മക്കളും എത്തി തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം മക്കളെ. ഓക്കെ, അപ്പൊ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും സാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, സാറെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫയർ ഇട്ടോളി. നമ്മളെപ്പോഴും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറ് ഫയർ ഇട്ടുകൊണ്ടെന്നാണല്ലേ. അപ്പൊ ഫയർ ഇട്ടോളി. നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാ മക്കൾക്കും സാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, സാറെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഫയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? യെസ്. ഡിഡ് ദ ക്ലാസ് സ്റ്റാർട്ട് എന്നൊക്കെ മക്കൾ ചോദിക്കുന്നുണ്ട്. സാർ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കാണ്. അപ്പം എല്ലാവരും ഓക്കെയാണ്. എല്ലാവരും അടിപൊളിയായി ഒരു ചായയൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ എനിവേ ചായയോ ഓർലിക്സോ ബൂസ്റ്റോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് സെറ്റായി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നല്ല. ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്ലാസ്സോട് കൂടി വൈൻഡപ്പ് ചെയ്യണം. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് മക്കൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യട്ടെ. കുറേ അധികം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് മക്കൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. എല്ലാവരും സെറ്റാണ്, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് വുമൻ കാസ്റ്റ് ആൻഡ് റീഫോം എന്ന് പറയുന്ന ഒരു കിഡിലോസ്കി ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ റീഫോംസിനെ കുറിച്ച്, വിമൻസ് നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ കാസ്റ്റ് ഇനീക്വാലിറ്റീസ്, നമ്മുടെ സൊസൈറ്റി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ തന്നെ ഇതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ റീഫോം ചെയ്തത്, ആരൊക്കെയായിരുന്നു അതിനുവേണ്ടി ആക്ട് ചെയ്തിരുന്നത്, ആരൊക്കെയായിരുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നത്, ഇങ്ങനെ കുറച്ചധികം തിങ്സ് ആണ്, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും ഹായ് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ മക്കൾക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞുകൊണ്ട് തന്നെ സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ മക്കളെ. ഓക്കെ, നമ്മുടെ വ്യൂവേഴ്സ് വളരെ കുറവാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. എനിവേ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് എന്ത് ചെയ്യുക മക്കളെ, ഈ ഒരു ലൈവിന്റെ ലിങ്ക് എത്തിക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി വിമൻ കാസ്റ്റ് ആൻഡ് റീഫോം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ചങ്ങായിമാർക്കൊക്കെ ഷെയർ ചെയ്ത് വരാം. എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലേ മുത്തുമണികളെ? ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ എടുക്കാനുള്ളത് എന്തായിരുന്നു, വിമൻസിന്റെ സിറ്റുവേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് പറയുക, ഓക്കെ, അപ്പോൾ എന്തായിരുന്നു വിമൻസിന്റെ സിറ്റുവേഷൻ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഷെയർഡ് എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ഒക്കെ ചെയ്ത് സെറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നേരെ ചാപ്റ്ററിലേക്ക് പോവാണ്. 200 years ago the lives of women were totally different from what it's today. Then there was so many restrictions imposed to all women. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 200 വർഷങ്ങളൊക്കെ മുമ്പ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കാണുന്നതിനേക്കാളും വളരെയധികം റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ നമുക്ക് കമ്പാരേറ്റീവ്ലി എന്താ പറയുക, ഈക്വാലിറ്റി ഒക്കെ എൻഷുർ ചെയ്ത് വരുന്നുണ്ട്. ഒബിയസ്ലി സൊസൈറ്റിയിൽ എപ്പോഴും മെയിൽ ഡോമിനൻസ് ഒക്കെ അല്ലെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് നമുക്ക് ചില ഭാഗങ്ങളിലെങ്കിലും കാണാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വലൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നത് എന്താണ്, സൊസൈറ്റിയിൽ എല്ലാവർക്കും എല്ലാ പരിഗണനയും, എല്ലാവർക്കും എന്താ പറയുക, ഒരുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സ്റ്റാറ്റസും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ സൊസൈറ്റി ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബട്ട് 200 years ago the lives of women were totally different from what is today. ഇന്നത്തേതിനേക്കാളും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു, വിമൻസിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ഒരു 200 വർഷങ്ങൾ മുമ്പ് എടുത്തിരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നാണ് പറയുന്നത്. Those were praised and called sadis, meaning witches, if they choose to by burning themselves on the funeral prayers of their husbands. നിങ്ങൾക്കറിയാം സതി എന്ന് പറയുന്ന ഒരു അനാചാരം എക്സിസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ നാട്ടിൽ അല്ലേ, എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹലോ സാർ ആൻഡ് ആൾ എന്നൊക്കെ പറയുന്നത് അനീഷ, ഹായ് മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു അല്ലേ. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ വൈഫ് കൂടി എന്ത് ചെയ്യണം, ആ ഒരു ഫ്യൂണറൽ ചടങ്ങിൽ എന്താ പറയുക, അതേ ചിതയിലേക്ക് തന്നെ ചാടി മരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ചില ഭാഗത്തെങ്കിലും ഉണ്ടായിരുന്നു. എൻറ്റയർ ഇന്ത്യയിൽ ഇത്തരത്തിൽ ലെവൽ പ്രാക്ടീസസ് എന്ത് ചെയ്തിരുന്നു, എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നല്ല നമ്മൾ പറഞ്ഞത്. അറ്റ് ദ സെയിം ടൈം ഇൻ മെനി പാർട്ട് ഓഫ് ഇന്ത്യ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇത്തരത്തിലുള്ള ലെവൽ പ്രാക്ടീസസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക, അനാചാരങ്ങളും കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇത് നമ്മൾ എപ്പോഴത്തെ കുറിച്ചാണ് പറയുന്നത്, പണ്ടത്തെ സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത്, പഴയ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ പറയുന്നുണ്ട് അല്ലേ, people were also divided along lines of caste. Peoples എന്തിന്റെ ബേസിലും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലേ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും ലോവർ കാസ്റ്റ്, അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർണാസ് എന്ന് പറഞ്ഞുകൊണ്ട് പീപ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബേസ് എന്തായിരുന്നു, ഇവിടെ എന്താണ് മക്കളെ ബേസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ജെൻഡർ ആണ് അല്ലെ.
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ജെൻഡർ ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. കാസ്റ്റ് അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിലും സൊസൈറ്റി എന്ത് ചെയ്തിരുന്നു? ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു, വിഭജിക്കപ്പെട്ടിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും, വേർതിരിക്കപ്പെട്ടിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെ മക്കളെ? ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും ഒക്കെ ആയിരുന്നു. നമുക്ക് ചാതുർവർണ്ണ്യം എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ഒക്കെ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ് കൺസിഡർ ദംസെൽവ്സ് ഇൻ അപ്പർ കാസ്റ്റ്. ഇപ്പോൾ ബ്രാഹ്മിൻസും അതുപോലെ തന്നെ ക്ഷത്രിയാസ് ഒക്കെ ആയിരുന്നു അപ്പർ കാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ആഫ്റ്റർ ദം ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് റിഫർ ടു ആസ് വൈശ്യാസ്. ആ ബ്രാഹ്മിൻസിനും ക്ഷത്രിയാസിനും ശേഷം നെക്സ്റ്റ് വരുന്ന ആരാണ്? ഈ പറയുന്ന വൈശ്യാസ് ആണ്. അവർ മണി ലെൻഡേഴ്സും ട്രേഡേഴ്സൊക്കെയാണ് വൈശ്യാസിൽ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത്. Then the lower caste were Shudras and included peasants, artisans, weavers and potters. Weaversum, pottersum, peasantsum, artisans ഒക്കെ അടങ്ങുന്ന നാലാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ ഈ പറയുന്ന ശൂദ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പെട്ട ഇത് കാണാൻ പറ്റും. ഫസ്റ്റ് ബ്രാഹ്മിൻസ്, പിന്നീട് ക്ഷത്രിയാസ്, പിന്നീട് ആരാണ്? വൈശ്യാസ്, പിന്നീട് ആരാണ്? ശൂദ്രാസ് എന്നിങ്ങനെയുള്ള ഈ ഒരു ഡിവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ജെൻഡർ ആൻഡ് കാസ്റ്റ് എന്തുണ്ടായിരുന്നു? ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡിസ്ക്രിമിനേഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഈക്വാലിറ്റീസ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഫോം ചെയ്യുന്നത്. എന്താണ് മക്കളെ റീഫോം ചെയ്യാന്ന് പറഞ്ഞാൽ? എന്താണ് പരിഷ്കരിക്കുക, അല്ലെങ്കിൽ പരിഷ്കർത്താക്കൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? കുറെ റിഫോം ലീഡേഴ്സിനെ കുറിച്ച് മക്കൾ പഠിച്ചു അല്ലെ? ഒരു 2 ഇന്ത്യൻ റിഫോമേഴ്സിന്റെ പേര് മക്കളും ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. Who are the prominent reform leaders, അല്ലെങ്കിൽ എന്താ പറയുക, റിഫോമേഴ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി? നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള 2 or 3 സോഷ്യൽ റിഫോമേഴ്സിന്റെ പേരുകൾ മക്കൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. എത്ര ആള് ഇത് ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് എത്ര മക്കൾക്ക് അറിയാം സാർ? നോക്കട്ടെ, എത്ര മക്കൾക്ക് അറിയാം? ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേ. ആരൊക്കെയായിരുന്നു പ്രോമിനന്റ് ആയിട്ടുള്ള? ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ട് വളരെയധികം കൂടുതൽ റിഫോമേഴ്സിനെ കുറിച്ച്, സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 2 or 3 കമന്റ് ചെയ്ത് മക്കൾ നോക്കട്ടെ സാറ്. കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ അറിയോ ഹായ് എന്നൊക്കെയുള്ള കമന്റ്സ് മാത്രമേ കാണുന്നുള്ളൂ. യെസ്, പ്രോമിനന്റ് സോഷ്യൽ റിഫോമേഴ്സ് ഇൻ ഇന്ത്യ. ആരൊക്കെയായിരുന്നു പ്രോമിനന്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സ്? ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയായിരുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത മക്കളെ. സതി നമ്മൾ പറഞ്ഞു, സതി ഓപ്പോസ് ചെയ്തിരുന്ന സോഷ്യൽ റിഫോമർ ആരായിരുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത മക്കളെ. വെയിറ്റിംഗ്. Yes, Krishna, yes, correct. Rajara Mohan Roy ഉണ്ട് അല്ലേ? Yes, ഷൈജു. Okay, ശ്രീനാരായണ ഗുരു. Yes, then. Okay, Mohan Magan. Then ആരൊക്കെയാണ്? അറിയില്ല. അറിയില്ല എന്നുള്ള ആൻസർ ആണോ? അറിയില്ല എന്ന് പറഞ്ഞത്? ഓക്കെ, അതാണ് ഗുരു രാമോഹൻ റോയ്. ദെൻ ഓക്കെ, അപ്പൊ കുറെ അധികം മക്കൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രാജാറാമോഹൻ റോയ്. സതിയുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ വരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് അല്ലേ? സതി സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അബോളിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ നമുക്ക് ഇ വി രാമസ്വാമി നായിക്കരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബി ആർ അംബേദ്കർ. അങ്ങനെ വളരെയധികം സോഷ്യൽ റിഫോമേഴ്സിന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നുണ്ട്. ദെൻ പണ്ഡിത രമാഭായ് വിമൻസിന്റെ റൈറ്റ്സിന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ എന്താണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ? ഒബ്വിയസ്ലി പ്രൊമിനന്റ് ആയിട്ടുള്ള അല്ലെ, വിഡോസിന് റീമാരേജിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. എസ് മക്കളെ, വളരെയധികം കൂടുതൽ പേരുകൾ മക്കൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. LDP ഗെയിമിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള അധികം പേരുകളും അവിടെ കമന്റ് ബോക്സിൽ കണ്ടു. ഗുഡ്, വെരി ഗുഡ് മക്കൾ. അപ്പൊ മക്കൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സോഷ്യൽ റിഫോമേഴ്സ്? അപ്പൊ നമ്മൾ സോഷ്യൽ റിഫോം എന്ന് പറയുമ്പോൾ, സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എവിൾ പ്രാക്ടീസസ് ലൈക്ക് ദാറ്റ് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിലാണെങ്കിൽ എന്താണോ ഇവിടെയുള്ള പ്രശ്നങ്ങൾ അതിനെ റീഫോം ചെയ്യാന്നുള്ളതാണ്, അതിലെ മാറ്റങ്ങൾ വരുത്താന്നാണ്. അപ്പൊ നമ്മുടെ ഏർലിയർ സൊസൈറ്റി നമ്മൾ കാണുന്ന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വിമൻസ് ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജെൻഡർ ഇൻഈക്വാലിറ്റീസ്, അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കാസ്റ്റ് ബേസ് ഇൻഈക്വാലിറ്റീസ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇൻ പാസ്റ്റ് ഇയേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പഴയ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. അപ്പൊ ആ എവിൾ പ്രാക്ടീസസിനെ, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഇൻഈക്വാലിറ്റീസിനൊക്കെ എന്ത് ചെയ്യാണ്? അബോളിഷ് ചെയ്തുകൊണ്ട് എല്ലാവരും ഈക്വലൈസ് ചെയ്യാണ്. ആ എവിൾ പ്രാക്ടീസസിനൊക്കെ അബോളിഷ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും എന്ത് കൊടുക്കാണ്? ഫ്രീഡം ഒക്കെ എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്. അതാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ്, നമ്മളിപ്പോൾ ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുന്നു വിചാരിച്ചു, ഒരു വൃത്തിയില്ലാത്ത അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യും നമ്മളല്ലേ?
ക്ലാസ് മുറിയിൽ ഫുള്ള് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ക്ലീൻ ചെയ്താൽ നമ്മൾ കുറച്ചും കൂടി കംഫർട്ടാണ് ആ ക്ലാസ് റൂമിലിരിക്കുക അല്ല. ലൈക്ക് ദാറ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലെ എന്തുണ്ട്, കുറേ വേസ്റ്റ് അല്ലെങ്കിൽ കുറേ എവിൾ പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ജീവിക്കണമെങ്കിൽ ഇവിടെയുള്ള എവിൾ പ്രാക്ടീസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ഓരോ ലീഡേഴ്സും ഫൈറ്റ് ചെയ്തത്. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത് എന്താ പറയുക, രാജാറാം മോഹൻ റോയ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞിട്ട് മക്കൾ, അങ്ങനെ കുറേ അധികം ശ്രീനാരായണ ഗുരു, അംബേദ്കർ, ജ്യോതിരാവ് ഫുലെ, അതുപോലെ തന്നെ പണ്ഡിത രമാബായി, അങ്ങനെ കുറേ അധികം സോഷ്യൽ റിഫോമേഴ്സ് അതിനുവേണ്ടി പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് തന്നെ വരാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ എന്താ പറയുക കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. BKVS ദാറ്റ് മീൻസ് ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, BKVS ഇതായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ പറയുന്ന ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിലെ ടോപ്പ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ആരായിരുന്നു, ബ്രാഹ്മിൺസ് ആയിരുന്നു, ദെൻ ക്ഷത്രിയാസ്, ദെൻ വൈശ്യാസ്, ദെൻ ശൂദ്രാസ്. ഇതായിരുന്നു നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, സോഷ്യോ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. Then the attitude towards women and social customs started changing from the early 19th century. പിന്നീട് early 19th centuryന്റെ തുടക്കത്തിൽ തന്നെ വിമൻസിനോടും സോഷ്യൽ കസ്റ്റംസിനോടുള്ള ആറ്റിറ്റ്യൂഡ്സിൽ എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്, കുറച്ചും കൂടി മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ 19ാം നൂറ്റാണ്ടോട് കൂടി ഈ പറയുന്ന സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ആളുകളെങ്കിലും അവെയർ ആവുന്നുണ്ട്, കുറച്ച് ആളുകളെങ്കിലും അതിന്റെ മാറ്റത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, വോയിസ് റൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആ മാറ്റത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. വർക്കിംഗ് ടുവേർഡ്സ് ചേഞ്ച് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. മാറ്റത്തിനായുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. In early 19th century things changed because of the development of new forms of communication. early 19th centuryയിൽ എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറച്ചും മാറ്റങ്ങൾ വന്നു. എന്തുകൊണ്ടാണ്? ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയങ്ങളൊക്കെ രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം മാറ്റങ്ങളൊക്കെ 19th സെഞ്ചുറിയോട് കൂടി വന്നു. സോഷ്യൽ റിഫോമേഴ്സ് ലൈക്ക് രാജാറാം മോഹൻ റോയ് ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ഇൻ കൊൽക്കത്ത. ബ്രഹ്മ സമാജ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബ്രഹ്മ സമാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ എയിം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തെയും സതി സിസ്റ്റത്തെയൊക്കെ ഒപ്പോസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയിയുടെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഐഡിയോളജി ജനങ്ങളിലേക്ക് എത്തിക്കുക, ആശയ പ്രചരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്? ബ്രഹ്മ സമാജ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ബ്രഹ്മ സമാജ് ആരാണ് ഫോം ചെയ്തിട്ടുള്ളത്? അതിന്റെ ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ് രാജാറാം മോഹൻ റോയ് അല്ലെ, മക്കൾക്ക് എല്ലാവർക്കും അല്ലേ രാജാറാം മോഹൻ റോയ് ആണ്. ഇനി രാജാറാം മോഹൻ റോയ് pioneered this reform movement. He opposed social practices such as discrimination on the basis of caste, untouchability, superstitions and customs of sati. He wanted to spread knowledge of Western education and bring about freedom and equality for women. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സതി സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള അൺടച്ചബിലിറ്റി പോലെയുള്ള കാര്യത്തൊക്കെ ആണ് ആര് ഒപ്പോസ് ചെയ്തിരുന്നത്? നമ്മൾ ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് ഒപ്പോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വിമൺ എഡ്യൂക്കേഷനൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഈക്വാലിറ്റി അതുപോലെ തന്നെ ഫ്രീഡം ഒക്കെ എൻഷുർ ചെയ്യണം എന്ന ഡിമാൻഡ് മുമ്പോട്ട് വെച്ചിരുന്ന ഒരു സോഷ്യൽ റിഫോമർ എന്നല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിഫോമർ ആയിരുന്നു ആര്? രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ് എന്നൊക്കെയാണ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത്രത്തോളം ഇന്ത്യയിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൽ ആർക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു? രാജാറാം മോഹൻ റോയ്ക്ക് വലിയ റോൾ ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫയറൊക്കെ ഇട്ടോളൂ കേട്ടാ. യെസ്, അപ്പൊ സതി സിസ്റ്റത്തെ ഓപ്പോസ് ചെയ്തിരുന്നു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അൺടച്ചബിലിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരേ വഴിയിലൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും ഒരേ പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ അധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ റെസ്ട്രിക്ഷൻസിനൊക്കെ ഒപ്പോസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു സോഷ്യൽ റിഫോമേഴ്സിന്റെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ രാജാറാം മോഹൻ റോയ് എന്തൊക്കെ ചെയ്തു? കാസ്റ്റ് സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്തു, സതി സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്തു, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒപ്പോസ് ചെയ്തു ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ചേഞ്ചിങ് ദ ലൈഫ്സ് ഓഫ് വിഡോസിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കാനുള്ളത്. രാജാറാം മോഹൻ റോയ് set up the Brahma Samaj to fight social evils. He began a campaign against the practice of സതിക്ക് അഗേൻസ്റ്റ് ഒരു ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്തു? ബ്രഹ്മ സമാജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. Many British officials criticized Indian traditions and customs. They supported him in 1829
Sati was banned. He also supported women education in the religious field. He opposed idol worship and meaningless rituals. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ സതി സിസ്റ്റം, അതായത് സതി എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് മരിക്കുകയാണെങ്കിൽ അതേ ചിതയിൽ തന്നെ ഭാര്യ കൂടി എന്ത് ചെയ്യണം, അതേ ചിതയിൽ തന്നെ എരിഞ്ഞ് ഇല്ലാതാവുന്ന ഒരു സിസ്റ്റം, ലൈക്ക് സൂയിസൈഡ് പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അവർ സ്വയം സമർപ്പിക്കുക, ദംസംസ് അവർ എന്ത് ചെയ്യാണ് ഈ ഒരു ഈ പറയുന്ന ഫ്യൂണറൽ ചടങ്ങിൽ വെച്ചിട്ട് ആ ഒരു എന്താ പറയുക തീയിലേക്ക് ചാടി മരിക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ആയിരുന്നു. ഇന്ത്യയിലെ എല്ലാ പാർട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, ചില പാർട്ടിൽ മാത്രം എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് രാജാ റാം മോഹൻ റോയ് എന്ത് ചെയ്തു, വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്തു. ഇനി സാർ ഒരു കാര്യം ചോദിക്കാം, Many British officials criticized the Indian traditional customs. എന്ത് ചെയ്തു, പല ബ്രിട്ടീഷ് ഓഫീഷ്യൽസും എന്ത് ചെയ്തിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ കസ്റ്റംസിനെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. ഇനി സാർ ചോദിക്കാണ്, ആരാണ് സതി അബോളിഷ് ചെയ്തത്? അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തിച്ചത് രാജാ റാം മോഹൻ റോയും അതുപോലെ തന്നെ ബ്രഹ്മ സമാജുമാണ്. ബട്ട് ആരാണ് ഒഫീഷ്യലി അബോളിഷ് ചെയ്യണമെങ്കിൽ അത് ആരായിരിക്കണം? ഒബ്വിയസ്ലി അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ആയിരിക്കണം അല്ലേ. അപ്പൊ ആരായിരുന്നു അത് അബോളിഷ് ചെയ്തിരുന്നത്? ആരായിരുന്നു സതി അബോളിഷ് ചെയ്തിരുന്നത്? രാജാ റാം മോഹൻ റോയിന്റെ ആക്ടിവിറ്റീസ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബട്ട് ഒഫീഷ്യൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരായിരുന്നു സതി അബോളിഷ് ചെയ്തത്? മക്കൾ കമന്റ് ചെയ്യാം. ഓക്കെ, മക്കൾ കമന്റ് ചെയ്തതിന് ശേഷം മാത്രമേ സാർ പറയുള്ളൂ ഏത് ഓഫീസർ ആയിരുന്നു എന്ന് തന്നെ മക്കൾ കമന്റ് ചെയ്യണം. ബ്രിട്ടീഷ് ആണ് അങ്ങനെ മാത്രം കമന്റ് ചെയ്താൽ പോരാ, ഏത് ഓഫീസർ ആണെന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. യെസ്, രമ്യ മനുഷ്യസ്, വില്യം ബെൻഡിക് അല്ലേ? യെസ്, ലോർഡ് വില്യം ബെൻഡിക്. യെസ്, അപ്പോൾ അവിടെ കമന്റ് വന്നു, രമ്യ കമന്റ് ചെയ്തിട്ടോ. ഓക്കെ, രമ്യ മനുഷ്യ, ഗുഡ്. ഓക്കെ, എല്ലാവരും ബ്രിട്ടീഷ് എന്നുള്ള കമന്റിൽ തന്നെയാണ്. ഒബ്വിയസ്ലി ബ്രിട്ടീഷ് തന്നെയാണ്, കാരണം അണ്ടർ ബ്രിട്ടീഷ് റൂളാണ് ഇന്ത്യ അല്ലേ. ബട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വില്യം ബെൻഡിക്, ലോർഡ് വില്യം ബെൻഡിക് ആണ് സതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയ്തത് 1829 അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുള്ള ലീഡറാണ്, സോഷ്യൽ റിഫോമറാണ് രാജാ റാം മോഹൻ റോയ്. ഓക്കെ, ഇനി മറ്റൊരു പേഴ്സൺ മക്കളെ ഇവിടെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ പേര് കമന്റ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഓക്കെ, ഓക്കെ, വില്യം ബെൻഡിങ്. യെസ്, വില്യം ബെൻഡിങ്, നോട്ട് I know. Yes. വില്യം ബെൻഡിങ് ക്വസ്റ്റ്യൻ മാർക്ക്. വില്യം ബെൻഡിങ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്നു, അദ്ദേഹമായിരുന്നു ഒഫീഷ്യൽ ചെയ്തിട്ടുള്ളത്, അത് അബോളിഷ് ചെയ്തിട്ടുള്ള സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റിഫോമേഴ്സ് ഹു സജസ്റ്റഡ് വിഡോ റീമാരേജ്. ഇൻ 1856 ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് പാസ്ഡ് ദ ലോ പെർമിറ്റിംഗ് വിഡോ റീമാരേജ്. അപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന കമന്റ് മക്കൾ നേരത്തെ പറഞ്ഞു. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കണ്ടിന്യൂസ് ആയിട്ട് എന്തിന് അഗേൻസ്റ്റ് ആയിട്ട് എന്താണ് പ്രവർത്തിക്കുകയാണ്, വിഡോസിന് എന്തുണ്ടായിരുന്നില്ല, റീമാരേജിനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് വിഡോസിന് എന്തിനുള്ള പെർമിഷൻ കൊടുക്കണം, റീമാരേജിനുള്ള പെർമിഷൻ കൊടുക്കണം. വിഡോസിന്, വിധവകൾക്ക്, ഹസ്ബൻഡ് മരിച്ചാൽ ഭാര്യ വിഡോസാവും അല്ലെ, വിധവകളാവും അല്ലെ. അപ്പൊ വിഡോസിന് എന്ത് കൊടുക്കണം, റീമാരേജിനുള്ള പെർമിഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്ത വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിഫോമർ ആയിരുന്നു ആര്, നമ്മൾ ഈ പറയുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് 1856 എന്ത് പെർമിഷൻ കൊടുക്കുകയാണ്, വിഡോസിന് റീമാരേജിനുള്ള, വിധവകൾക്ക് പുനർവിവാഹത്തിനുള്ള അനുമതി ആര് കൊടുക്കുകയാണ്, ഗവൺമെന്റ് കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് കൊടുക്കുകയാണ്, യെസ്, ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് പാസ്ഡ് ദ ലോ പെർമിറ്റിംഗ് വിഡോ റീമാരേജ്. വിഡോസിന് റീമാരേജിനുള്ള പെർമിഷൻ അലോ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് എന്ത് ചെയ്യാണ്, യെസ്, ഒരു ലോ പാസ് ചെയ്യാണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മിനിറ്റ് മക്കളെ, ഓക്കെ, തുമ്മാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്, ബട്ട് തുമ്മാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പറ്റുന്ന സമയത്ത് തുമ്മിക്കോളാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി ഫൗണ്ട് ആര്യ സമാജ് ഇൻ 1875 ആൻഡ് ഓൾസോ സപ്പോർട്ടഡ് വിഡോ മാരേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതി എന്ത് ഫൗണ്ട് ചെയ്യുന്നുണ്ട്, യെസ്, നമുക്കിവിടെ കാണാൻ പറ്റും. സ്വാമി ദയാനന്ദ സരസ്വതി എന്ത് ഫോം ചെയ്യുന്നുണ്ട്, വാട്ട് ക്വാളിഫിക്കേഷൻ ഡിഡ് ഹി ഹാവ്? KDK ക്രിയേറ്റ്, മനസ്സിലായില്ല, ആരുടെ ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചു മക്കള്? ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, സ്വാമി ദയാനന്ദ സരസ്വതി ഫൗണ്ട് ദ ആര്യ സമാജ് ഇൻ 1875 ആൻഡ് ഓൾസോ സപ്പോർട്ടഡ് വിഡോ മാരേജ്. വിഡോസിന്റെ മാരേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതി എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, എന്ത് ഫൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണുന്നത് ആര്യ സമാജ് 1875 ആര്യ സമാജ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫൗണ്ട് ചെയ്തിട്ടുള്ളത് നമുക്ക്
കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ അധികം സോഷ്യൽ റിഫോമേഴ്സിന്റെ ആക്ടിവിറ്റീസ് എന്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വിഡോസിനെ, എസ്പെഷ്യലി വിമൻസിനെ, എസ്പെഷ്യലി വിഡോസിനെ അവർ ഫേസ് ചെയ്തിരുന്ന പല പ്രോബ്ലംസും അവർക്ക് ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷനും അവർക്ക് സർവൈവ് ചെയ്യാനും അവർക്ക് അതിൽ നിന്നും മറികടക്കാനും എന്തിലൂടെ പറ്റിയിട്ടുണ്ട്? നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ റിഫോമേഴ്സിന്റെ ആക്ടിവിറ്റീസിലൂടെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗേൾസ് ബിഗിൻ ഗോയിങ് ടു സ്കൂൾ എന്നുള്ളതാണ്. ഗേൾസ് ബിഗിൻ ഗോയിങ് ടു സ്കൂൾ. Many reformers felt that to improve the condition of women, education for girls was necessary. പല എന്താ പറയുക സോഷ്യൽ റിഫോമേഴ്സും വിചാരിച്ചു വിൻഡോ അല്ല മക്കളെ, വിധോ ദാറ്റ് മീൻസ് വിധവകൾ. ഹസ്ബൻഡ് മരിച്ചാൽ ഭാര്യ എന്താവും? വിധവകളാവും അല്ലെ? അതാണ് വിധോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ് വിചാരിക്കുന്നുണ്ട്. ഫാദി ക്ലിയർ ആണ് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സോഷ്യൽ റിഫോമേഴ്സ് എന്ത് ചെയ്തു? അവർ ഡീപ്ലി ബിലീവ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു സൊസൈറ്റിയെ കുറച്ചും കൂടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വിമൻസിന്റെ സിറ്റുവേഷൻ കുറച്ചും കൂടി അവർക്ക് കുറച്ചും കൂടി എംപവർമെന്റ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്രോബ്ലംസിനൊക്കെ സർവൈവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വെപ്പൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് തന്നെയാണ് മെനി റിഫോംസ് ഫോർ ദാറ്റ് ഇംപ്രൂവ് ഓഫ് ദ കണ്ടീഷൻ ഓഫ് വിമൻ, എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് വാസ് നെസസറി. വിമൻസിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കുറച്ചും കൂടി ബെറ്റർ സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാവണമെങ്കിൽ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്? ബെറ്റർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള പല സോഷ്യൽ റിഫോമേഴ്സ് എന്ത് ചെയ്തു? റിയലൈസ് ചെയ്തു. ദെൻ മെനി റിഫോമേഴ്സ് ഇൻ ബോംബെ and വിദ്യാസാഗർ in Kolkata set up schools for girls. നമ്മൾ പറയുന്നുണ്ട് ബോംബെയിലും അതുപോലെ തന്നെ കൊൽക്കത്തയിലൊക്കെ എന്ത് ചെയ്തു? സോഷ്യൽ റിഫോമേഴ്സ് സ്കൂൾ സെറ്റപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയാണ്? വിമൻസിന് വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കൂൾസ് ഫോം ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. And with the inauguration of first school in mid 19th century, many people feared that school would take the girls away from home and prevent them from doing domestic duties. At the same time, നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യണം, അത് ബ്രേക്ക് ചെയ്യരുത് എന്ന് ബിലീവ് ചെയ്തിരുന്ന സൊസൈറ്റി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സൊസൈറ്റി കൺസർവേറ്റീവ്സ്, ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ കൺസർവേറ്റീവ്സ് പോലെയുള്ള എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബെറ്റർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സൊസൈറ്റി അവരെന്ത് വിശ്വസിച്ചിരുന്നു? യെസ്, മെനി പീപ്പിൾ ഫിയർ ദാറ്റ് സ്കൂൾ വുഡ് ടേക്ക് ദ ഗേൾസ് അവേ ഫ്രം ഹോം ആൻഡ് പ്രിവെന്റ് ഫ്രം ദ ഡൂയിങ് ഓഫ് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്. സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ വിമൻസ് എന്ത് ചെയ്യും? വീട്ടിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കാനും വീടുമായിട്ട് അവർക്ക് ടച്ച് ഇല്ലാതാവാനും അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ഒക്കെ കാരണമാവും. അവരുടെ കൾച്ചറൊക്കെ എന്ത് ചെയ്യും? എൻറ്റയർലി ചേഞ്ച് ആവും എന്ന് വിശ്വസിച്ചിരുന്ന വലിയൊരു കാറ്റഗറി നമുക്ക് ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിമൻസ് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതരത്തിലുള്ള എന്താ പറയുക ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ തരത്തിൽ എന്താ പറയുക അവരുടെ ഹസ്ബൻഡ്സ് പെട്ടെന്ന് മരിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള എന്തുണ്ടായിരുന്നു? ബ്ലൈൻഡ് ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ടായിരുന്നു, അന്ധവിശ്വാസങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. Many people believe that the school should kept away from public spaces as they believe that they can corrupting influence. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പബ്ലിക് പ്ലേസസിലേക്കൊക്കെ വിമൻസ് ഒക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? അവർ വലിയ രീതിയിൽ എന്ത് ചെയ്യും? അവർ എന്താ പറയുക വഴി തെറ്റി പോകാനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന വലിയൊരു കാറ്റഗറിയും അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. In aristocratic Muslim families in North India, women learned to read the Quran and Quran in Arabic. They were taught by women who came alone home to teach. അപ്പോൾ ചില ആളുകൾ എന്ത് വിശ്വസിച്ചിരുന്നു? ഖുർആൻ വായിക്കാൻ പഠിപ്പിച്ചു, അതുപോലെ തന്നെ എന്താ പറയുക പഠിപ്പിക്കാൻ വീട്ടിലെത്തിയിട്ടുള്ള സ്ത്രീകളാണ് അവരെ പഠിപ്പിച്ചത്. ഈ രീതിയിലായിരുന്നു എന്തുണ്ടായിരുന്നത്? മുസ്ലിം ഫാമിലീസിലെ ചില ഭാഗത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഖുർആൻ എന്ത് ചെയ്തിരുന്നു? വിമൻസിനെ വീട്ടിലിരുന്നാണ് പഠിപ്പിച്ചിരുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്തിരുന്നു? ലേഡീസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? പഠിപ്പിക്കാൻ വന്നിരുന്നത്. ഈ രീതിയിലുള്ള സ്കൂളിൽ പോയി പഠിക്കേണ്ട എന്നൊരു ചിന്താഗതിയും അന്നത്തെ സൊസൈറ്റിയിൽ എന്ത് ചെയ്തിരുന്നു? വലിയ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ റിലീജിയസിൽപ്പെട്ട ആളുകളും വിമൻ എഡ്യൂക്കേഷനെ ഒരു കാറ്റഗറിയെങ്കിലും ഒപ്പോസ് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഈ സോഷ്യൽ റിഫോമേഴ്സ് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് അതൊക്കെ മറികടന്നുകൊണ്ട് വിമൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും വിമൻ എംപവർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈക്വലൈസ് ചെയ്യുന്നു, സൊസൈറ്റി ഈക്വലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി വിമൻ റൈറ്റ് അബൌട്ട് വിമൻ നമ്മൾ നോക്കാം. സ്ത്രീകളെ കുറിച്ചുള്ള അവരുടെ എന്താ പറയുക കാഴ്ചപ്പാടുകളും അവരെ കുറിച്ച് തന്നെ എഴുതുന്നതിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, മുസ്ലിം വിമൻ ലൈക്ക് ബീഗംസ് ഓഫ് ഭോപ്പാൽ പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വിമൻ ആൻഡ് ഫൗണ്ടഡ് ദ പ്രൈമറി സ്കൂൾ ഫോർ ഗേൾസ് അറ്റ് അലിഗഡ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പറ്റും എന്താ പറയുക മുസ്ലിം വിമൻ ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ് ബീഗം എന്ന് പറയുന്നത്. അവർ ഭോപ്പാൽ എന്ത് സ്ഥാപിച്ചിട്ടുണ്ട്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? വിമൻ എഡ്യൂക്കേഷൻ എംപവർ
ചെയ്യാൻ വേണ്ടി അതിൻ്റെ എന്താ പറയുക അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അലിഗറിൽ എന്ത് ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി Begum Rukia Shagawat Hossain started schools for Muslim girls in Patna and Kolkata. പട്നയിലും കൊൽക്കത്തയിലും ബീഗം റുഖിയ ഷെഖാവത്ത് ഹുസൈൻ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുസ്ലിം ഗേൾസിന് വേണ്ടി സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലെ എഡ്യൂക്കേഷൻ എന്താ പറയുക സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുക വിമൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആര് തന്നെ മുമ്പോട്ട് വരുന്നുണ്ട് വിമൻസ് തന്നെ മുമ്പോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യൻ വിമൻ ബിഗാൻ ടു എൻ്റർ യൂണിവേഴ്സിറ്റീസ് ബൈ 1880s. സം ഓഫ് ദം ട്രൈൻ ടു ബി ഡോക്ടേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് പറയുക 1880s ഒക്കെ ആയപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും ഇന്ത്യൻ സ്ത്രീകൾ സർവകലാശാലകളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമാർ കിട്ടാൻ തുടങ്ങി വിമൻസിന് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരെന്തായി ട്രെയിൻഡ് ആയിട്ട് ടീച്ചേഴ്സായിട്ടും ഡോക്ടേഴ്സായിട്ടും ലോയേഴ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്തു അവർ പുറത്ത് വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ വിമൺ എഡ്യൂക്കേഷനൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി 1880s ഒക്കെ ആയപ്പോൾ വിമൺ എഡ്യൂക്കേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞത് 200 years മുമ്പുണ്ടായിരുന്ന സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ എന്ത് ചെയ്തിരുന്നു വിമൺ എഡ്യൂക്കേഷൻ ഒരു രീതിയിലും പ്രൊമോഷൻ കൊടുത്തിരുന്നില്ല, പ്രൊമോട്ട് ചെയ്തിരുന്നില്ല, അലോ ചെയ്തിരുന്നില്ല. 100% അല്ല, ചില ആളുകൾക്ക് മാത്രമേ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മറികടന്നുകൊണ്ട് എന്താ പറയുക ഇന്ത്യയിലെ പല പാർട്ടിയിലും പല റിലീജിയനിലും പെട്ട ആളുകൾക്ക് എന്ത് കിട്ടാൻ തുടങ്ങി എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി. അവരൊക്കെ ഹയർ പൊസിഷനിലേക്ക് വരാൻ തുടങ്ങി. അതിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞത്. ടീച്ചേഴ്സായിട്ടും ഡോക്ടേഴ്സായിട്ടൊക്കെ ആര് വരാൻ തുടങ്ങി മക്കളെ വിമൻസ് തന്നെ വരാൻ തുടങ്ങി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്ക്, ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊസിഷനിലും എന്ത് റെപ്രസെന്റേറ്റീവ്സ് നമുക്ക് കാണാൻ പറ്റും വിമൻ റെപ്രസെന്റേറ്റീവ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. യെസ് ഇല്ലേ. യെസ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര് മക്കളൊന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര് മക്കളൊന്ന് കമന്റ് ചെയ്തേ. ഇവിടെ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മക്കളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. Okay, then Sarabhai got education at home at Pune, published a book, Stree Purusha Tulna, a comparison between women and men, criticizing the social difference between men and women. അപ്പോൾ താരാഭായ് ഷിൻഡെ എന്ന് പറയുന്ന എന്താ പറയുക പൂനെയിലെ എന്താ പറയുക ഒരു വിമൺ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ബുക്കിൽ പറയുന്നത് എന്താണ് കൃത്യമായും ആ ബുക്കിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് യെസ് ദ്രൗപദി മുർമു ആണ് അല്ലെ നുപുര നായർ. യെസ് കറക്റ്റ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എല്ലാ പൊസിഷനിലും ആരുണ്ട് വിമൻസിന്റെ എന്താ പറയുക വിമൻസിനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. യെസ് പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ധാരാവാഹിഷിന്റെ എന്ത് ചെയ്തിട്ടുണ്ട് സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക ബുക്കിലൂടെ വിമൻസിന്റെയും മെന്നിന്റെയും സോഷ്യൽ സിറ്റുവേഷൻ അവരുടെ എന്താ പറയുക അവരുടെ സോഷ്യൽ സിറ്റുവേഷനും ആ ഒരു ഡിഫറൻസസിനെയും കൃത്യമായിട്ടും ക്രിറ്റിസൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിഫോമർ എമംഗ് വിമൻസ് നമുക്ക് കാണാൻ പറ്റും. ഗ്രേറ്റസ്റ്റ് സ്കോളേഴ്സ് ആൻഡ് സാൻസ്ക്രിറ്റ് wrote book about the miserable lives of upper class Hindu women. She founded widows home at Pune to provide shelter to widows who had been treated badly by their husbands and relatives. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഹസ്ബൻഡ്സ് റിലേറ്റീവ്സ്, അതായത് ഹസ്ബൻഡ് മരിച്ചു പോയ സോറി സാർ അറിയാതെ ടൈപ്പ് ചെയ്ത എന്ത് പറ്റി സാർ കണ്ടില്ല മക്കളെ എന്താണെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ഡിത രമാഭായ് ബോംബെയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വിമൻസിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ശാരദാ സദൻ ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ പ്രോമിനന്റ് എന്താ പറയുക സോഷ്യൽ റിഫോമർ ആണ്. അവർ വിഡോസിന് വേണ്ടി എസ്പെഷ്യലി അപ്പർ കാസ്റ്റിൽപ്പെട്ട വിഡോസും അപ്പർ കാസ്റ്റ് വിമൻസും സഫർ ചെയ്യുന്ന പ്രോബ്ലംസും ഒക്കെ അഡ്രസ് ചെയ്തിരുന്ന ഒരു ലീഡർ ആയിരുന്നു ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിഡോസ് ആയാലും ഹസ്ബൻഡ്സിന്റെ റിലേറ്റീവ്സ് നിന്നും ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ട് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിഡോസ് ഹോം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട് ഫൗണ്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. later women were trained to support themselves economically. പിന്നീട് നമുക്ക് എന്ത് കാണാൻ പറ്റും പിന്നീട് സാമ്പത്തികമായി താങ്ങാൻ സ്ത്രീകൾക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പരിശീലനം അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് പാർട്സ് നടന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Any Orthodox Hindu and Muslim nationalists were worried as women started adopting Western cultures and according to them that could corrupt and erode family values. അപ്പോൾ ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിംസും ഹിന്ദുസും ഒക്കെ എന്ത് ബിലീവ് ചെയ്തിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത് വിമൺ എഡ്യൂക്കേറ്റഡ് ആവുകയാണെങ്കിൽ അവർ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും അവർ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറിനൊക്കെ അവർ മാറിപ്പോകും എന്ന് എന്ത് ചെയ്തിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നായിരുന്നു നമുക്ക് വെറി ചെയ്തിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. Women started working for reforms. They wrote books, magazines, founded schools, training centers and set up women associations. പക്ഷേ വിമൻസ് അവർക്ക് എന്താ പറയുക അവരുടെ എംപവർമെന്റിന് വേണ്ടി ഓക്കെ അനീഷ ഓക്കെ ക്ലിയർ യെസ് ഓക്കെ അറിയാതെ പറ്റി പോയതല്ലോ പ്രോബ്ലം ഇല്ല കേട്ടോ.
ഓക്കെ, എന്തായാലും ആൻസർ ട്രൈ ചെയ്യാൻ, ആൻസർ പറയാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ട്രൈ ചെയ്തില്ല. ഓക്കെ, ഗുഡ്. അറിയാലോ, ആൻസർ അറിയാലോ, അത് മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിമൻസ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫോർ റിഫോംസിന് വേണ്ടി വിമൻസ് തന്നെ മുമ്പോട്ട് ഇറങ്ങി. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ താരവാശിന്റെ ആണെങ്കിലും പണ്ഡിത രമാഭായി ആണെങ്കിലും അവരൊക്കെ മുമ്പിട്ട് ഇറങ്ങുന്നുണ്ട്, അവരൊക്കെ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിമൻസിന്റെ പ്രോബ്ലംസ് എന്താണോ അത് പബ്ലിക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് അറ്റൻഷൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂൾസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ അവർക്ക് വർക്കിംഗ് കണ്ടീഷൻസ്, വിമൻ അസോസിയേഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ട് ചെയ്തുകൊണ്ട് വിമൻസിന്റെ എംപവർമെന്റിന് വേണ്ടി, വിമൻസിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഇനി വിമൻ ഫോംഡ് പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സ് ടു പുഷ് through laws for female suffrage, right to vote, അല്ലെങ്കിൽ ഫീമെയിൽസിന് എന്ത് വേണം, വോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സും പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ് പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സ്. അതും ആര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വിമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Jawaharlal Nehru and Subhash Chandra Bose gave their support to demands for greater equality and freedom for women. നമുക്കിവിടെ കാണാൻ പറ്റും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും നമ്മുടെ ലീഡേഴ്സ് ആണ്, നമ്മുടെ ഇന്ത്യയുടെ ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്. അവരും എന്ത് ചെയ്തിരുന്നു, ഇവരുടെ എന്താ പറയുക വിമൻസിന്റെ ഇക്വാലിറ്റിക്ക് വേണ്ടി, അവരുടെ ഫ്രീഡം എന്താ പറയുക, അവർക്ക് ഇക്വാലിറ്റിയും ഫ്രീഡവും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടും വർക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വിമൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതാണ്. ഇനി നമുക്ക് കാസ്റ്റിലേക്കാണ് പ്രധാനമായിട്ടും പോകാനുള്ളത്. കാസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോം എന്ന് പറയുന്ന പോർഷനിലേക്കാണ് നമുക്ക് പോകുന്നത്. ഇതുവരെ എടുത്ത ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒരു ഫയർ ഇട്ടോളി മക്കളെ. അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അല്ല എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോയി ലൈക്ക് അടിച്ചിട്ട് ക്ലാസ് കണ്ടു മക്കളെ. ഓക്കെ, എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ പ്ലസ് ഒരു ലൈക്ക്, ഒരു ഫയർ പ്ലസ് ഒരു ലൈക്ക്, ഒരു ഫയർ ഒരു ലൈക്ക്, ഒരു ഫയർ ഒരു ലൈക്ക്. എല്ലാവർക്കും സെറ്റ് ആണ്, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒരു ഫയറും തരാം, അതിൻ്റെ കൂടെ എന്തും തരാം, ഒരു ലൈക്കും തരാം. ഓക്കെ ആണെങ്കിൽ, ക്ലാസ് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഫയർ പ്ലസ് ലൈക്ക് പ്ലസ് ഫയർ പ്ലസ് ലൈക്ക്. അതാണ് ഫയറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എടുക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് കാസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോം എന്നുള്ളതാണ്. കാസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോംസ്, കാസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോം എങ്ങനെയായിരുന്നു, കാസ്റ്റ് സിസ്റ്റം, അതുപോലെ എന്തൊക്കെയായിരുന്നു അതിനുണ്ടായിരുന്നത്, എന്താ പറയുക, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് എടുക്കാനുള്ളത്. എന്തായാലും നമ്മൾ 8 o'clock മുമ്പ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ആരോ ചോദിക്കുന്നുണ്ട് സാർ അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന നയിക്കുന്നുണ്ട്. എന്തായാലും 8 മണിക്ക് മുമ്പ് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും, ആരും ഇടാവണ്ട. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമുക്ക് ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ മക്കളും ലൈക്ക് അടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ലൈക്ക് അടിച്ച മക്കളൊക്കെ ഒന്നും കൂടി ഒരു ഫയർ ഇട്ടോളി. അപ്പോൾ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. കാസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോം. സോഷ്യൽ റിഫോമേഴ്സ് ക്രിട്ടിസൈസ്ഡ് കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ്. നമുക്ക് കാണാൻ പറ്റും പരമഹംസ് മണ്ഡാലി വാസ് ഫൗണ്ടഡ് ഇൻ 1840 ഇൻ ബോംബെ ടു വർക്ക് ഫോർ ദ അബോളിഷൻ ഓഫ് കാസ്റ്റ്. നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും, യെസ്, പരമഹംസ മണ്ഡാലി എന്ത് സ്ഥാപിച്ചു, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാസ്റ്റ് ഇൻഇക്വാലിറ്റീസിന് അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ എടുത്ത് കളയാൻ വേണ്ടി. വെൻ വിൽ ദ ക്ലാസ് ആൻഡ് പ്ലീസ് എനിവൺ സേ, സാർ തന്നെ പറഞ്ഞല്ലോ മക്കൾ 8 മണിക്ക് മുമ്പ് ക്ലാസ് കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 1840 ബോംബെയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിമൻ എന്ന് പറയുക കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ്, കാസ്റ്റ് ബേസിലുള്ള ഇൻഇക്വാലിറ്റീസ് അബോളിഷ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay, then the Prarthana Samaj adhered to the tradition of Bhakti that believed in spiritual equality of all castes. നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥന സമാജ് എല്ലാ ജാതികളുടെയും ആത്മീയ സമത്വത്തിൽ വിശ്വസിക്കുന്ന ഭക്തിയോട് ചേർന്ന് പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു പ്രാർത്ഥന സമാജ് എന്ന് പറയുന്നത്. Then Christians missionaries began setting up schools for the tribal groups and lower caste children. ക്രിസ്ത്യൻസ് എന്ത് സ്റ്റാർട്ട് ചെയ്തു, എന്താണ് സിബി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് എന്താണ് അണ്ടർസ്റ്റാൻഡ് ആവാത്തത് അതിനൊന്ന് സ്പെസിഫൈ ചെയ്ത് കമന്റ് ചെയ്യാം. ഓക്കെ, ഒരു കമന്റ് കോപ്പി ചെയ്യുന്നതിന് പകരം എന്താണ് മനസ്സിലാവാത്തത് അത് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരു കമന്റ് കോപ്പി ചെയ്ത് കമന്റ് ബോക്സിൽ നിറക്കുന്നതിന് പകരം എന്താണോ മനസ്സിലാവാത്തത് അത് മാത്രം എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കാസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോംസ് നോക്കുന്ന സമയത്ത് പ്രാർത്ഥന സമാജ് ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെനി എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസ് ആണെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്നത് കാസ്റ്റ് ഇൻഇക്വാലിറ്റീസിനെ അഗേൻസ്റ്റ് ആയിട്ട്, അതുപോലെ ലോവർ കാസ്റ്റ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് സ്കൂൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ലോവർ കാസ്റ്റ് ചിൽഡ്രൻസിന് എന്തുണ്ടായിരുന്നില്ല, സ്കൂളിലേക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല, സ്കൂളിലേക്ക് അവർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അവർക്ക് എന്ത് ചെയ്തിരുന്നില്ല, പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രൈബൽ ഗ്രൂപ്പ്സിനും ലോവർ കാസ്റ്റിനൊക്കെ വേണ്ടി എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, സ്കൂൾസും കാര്യങ്ങളൊക്കെ ആര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ക്രിസ്ത്യൻ മിഷണറീസ് സെറ്റപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി
there were availability of jobs in cities, in factories. Many poor people from the village and the small towns who belong to low caste got to jobs as labor. നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫാക്ടറീസിലും കാര്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മിഷണറീസ്, ദാറ്റ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്രിസ്ത്യാനിറ്റി അതുപോലെ തന്നെ ക്രിസ്ത്യൻ കൾച്ചറും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസ് എന്ത് ചെയ്യാണ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു, ബ്രിട്ടീഷേഴ്സിന്റെ കീഴിലുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിഷണറി സൊസൈറ്റീസ് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഐഡിയോളജിയെ പ്രോപ്പഗേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനെ കൂടെ അവർ സോഷ്യൽ റിഫോം മൂവ്മെന്റിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ കൾച്ചറൽ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ആളുകളും കൂടിയാണ് ക്രിസ്ത്യൻ മിഷണറീസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ആൻഡ് വേൾഡ് ഗെയിമിംഗ് കുറച്ച് ലേറ്റ് ആയി എന്ന് പറഞ്ഞല്ലേ. യെസ് ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കാണണം കേട്ടോ മക്കളെ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ പറയുക, നഗരങ്ങളായിരുന്നു കൂടുതൽ ജോലി ലഭ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വില്ലേജ് പീപ്പിൾസും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ട്രൈബൽ പീപ്പിൾസും പൂർ ആയിട്ടുള്ള ആളുകൾക്ക്, ലോ കാസ്റ്റ്പ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്തു, ഈ പറയുന്ന സിറ്റീസിലേക്ക് ജോബ്സിന് വേണ്ടി എന്ത് ചെയ്തു പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ വർക്ക് വാസ് ഹാർഡ് ഇനഫ് ബട്ട് ദ പൂർ ഹാഡ് ടു ചാൻസ് ഗെറ്റ് അവേ ഫ്രം ദ കൺട്രോൾ ഓഫ് അപ്പർ കാസ്റ്റ് ലാൻഡ് ലോഡ്സ് ഹു എക്സസൈസ് ഡെയിലി ഹ്യൂമിലേഷൻ ഓവർ ദം. അവരുടെ വർക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഹാർഡ് ആയിരുന്നു ഈ ടൗണിൽ അല്ലെങ്കിൽ സിറ്റീസിൽ. ബട്ട് വില്ലേജ് ഏരിയാസിൽ അവരുടെ ആ ഒരു അപ്പർ കാസ്റ്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ, അവരെ വളരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, സർവൈവ് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സിറ്റീസിലാണെങ്കിൽ ഇത്രത്തോളം എന്തുണ്ടായിരുന്നില്ല, കാസ്റ്റ് എന്ന് പറയുന്ന ചിന്താഗതിയൊക്കെ വളരെ കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി നമുക്ക് വില്ലേജിനെ കമ്പയർ ചെയ്യുമ്പോൾ സിറ്റീസിൽ എന്ത് കുറവായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാസ്റ്റ് ഇൻഈക്വാലിറ്റി അത്രത്തോളം എക്സസൈസ് ചെയ്തിരുന്നില്ല നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിറ്റീസിൽ കുറച്ചും കൂടി അവർക്ക് എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന കാസ്റ്റ് വൈസ് ഇൻഈക്വാലിറ്റി വൈസിന്റെ വന്നിട്ട് വർക്കിംഗ് കണ്ടീഷൻ കുറച്ച് ഹാർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബട്ട് അവർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർക്ക് എന്ത് തോന്നി, സിറ്റീസ് ആണ് തോന്നി. അപ്പോൾ അവർ സിറ്റീസിൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്തു, വില്ലിംഗ് ആയി നമുക്ക് കാണാൻ പറ്റും. Army was another option in jobs. A number of Mahar people who were regardless as untouchables found in jobs in Mahar regiments. നമുക്കിവിടെ കാണാൻ പറ്റും മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ പറഞ്ഞ ആർമിയിൽ ജോയിൻ ചെയ്യുക, സൈന്യത്തിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു വേറൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പറഞ്ഞത് മഹാർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അൺടച്ചബിൾസ് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. മഹാർ സൊസൈറ്റിക്ക് എന്ത് കിട്ടിയിരുന്നു, മഹാർ റെജിമെന്റിൽ അല്ലെങ്കിൽ ആർമിയിൽ എന്ത് കിട്ടിയിരുന്നു, ജോലി കിട്ടിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സോഷ്യൽ കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് വില്ലേജ് കമ്പാരിറ്റീവ്ലി വില്ലേജ് എന്തുണ്ടായിരുന്നത്, ഈ പറയുന്ന കാസ്റ്റ് ഇൻഈക്വാലിറ്റി കുറച്ചും കൂടി കൂടുതൽ ഉണ്ടായെന്ന് നമുക്ക് കാണാൻ പറ്റും. സിറ്റീസിലേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു എന്താ പറയാ, ആ അത്രത്തോളം സ്ട്രോങ് ആയതില്ല, കുറച്ചും കൂടി എന്ത് ചെയ്തിരുന്നു, കുറച്ചും കൂടി റിലീഫ് ഉണ്ടായിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. And it demands for equality and justice. By the second half of the 19th century, people from within the lower caste began organizing movements against caste discrimination and demand for social equality and justice. Lower caste പെട്ട ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി നമുക്ക് കാണാൻ പറ്റും. 19th century ഒക്കെ ആയപ്പോൾ 19th century ഒക്കെ ആയപ്പോൾ ലോവർ കാസ്റ്റ് പെട്ട പീപ്പിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കാസ്റ്റ് ഇൻഈക്വാലിറ്റീസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വോയിസ് റൈസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് സഫർ ചെയ്യുന്ന ഈ ലോവർ കാസ്റ്റ് പീപ്പിൾസ് ആയിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്തുകൊണ്ട് അവർ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിൽ ഏറ്റവും പറയുന്നത് ദ സത്നാമി മൂവ്മെന്റ് ഇൻ സെൻട്രൽ ഇന്ത്യ വാസ് ഫൗണ്ടഡ് ബൈ Gastas who came from lower caste organized movement to improve their social status. അപ്പോൾ അതിൽ ഏറ്റവും എടുത്ത് പറയുന്ന സത്നാമി മൂവ്മെന്റ് ആണ്. ഇത് കൊൽക്കത്ത ഇവിടെ സെൻട്രൽ ഇന്ത്യയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഗാസ്ദാസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലോവർ കാസ്റ്റ് പീപ്പിൾസിന്റെ പ്രോബ്ലംസിന് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ പറഞ്ഞ സത്നാമി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റൂ. In Eastern Bengal, Haridas Taguse Mathwaseks worked among the low caste Chandala cultivators. Haridas questioned the Brahminical text that supported the caste system. Next നമ്മൾ പറയുന്നത് ഈസ്റ്റേൺ ബംഗാളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഹരിദാസ് താക്കൂർ എന്ന് പറയുന്ന ഒരു ലോവർ കാസ്റ്റ് പെട്ട ആളുണ്ടായിരുന്നു. ചണ്ടാല കൾട്ടിവേറ്റർ ആയിരുന്നു അദ്ദേഹം എന്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ബ്രാഹ്മണിക്കൽ ടെസ്റ്റ് എന്ത് എൻഷോർ ചെയ്യുന്നുണ്ട്, ബ്രാഹ്മിൻസിന്റെ ഡോമിനൻസ് എൻഷോർ ചെയ്യുന്ന ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു ഹരിദാസ് താക്കൂർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ശ്രീനാരായണ ഗുരു, a guru from Irava caste, in his views on caste system is one caste, one religion, one god, humankind. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന ഒരു ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, നിങ്ങൾ എല്ലാവരും അറിയുന്ന, നമ്മുടെ കേരളത്തിലായതുകൊണ്ട് തന്നെ എല്ലാവരും അറിയുന്ന അല്ലെങ്കിലും നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു സോഷ്യൽ റിഫോമർ ആണ് ആര്,
in cities there are more learned people, so therefore less inequality in city. സിറ്റീസിലാകുമ്പോൾ കാസ്റ്റ് അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അറ്റ് ദ സെയിം ടൈം വില്ലേജിലാണെങ്കിൽ അത് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും കേട്ടോ. യെസ്, കാരണം മേ ബി അത് തന്നെ ആയിരിക്കാം, മോർ എഡ്യൂക്കേഷൻ ആണ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഡിഫറെന്റ് പാർട്സിലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷേഴ്സ് ഈ കാസ്റ്റ് ഇനീക്വാലിറ്റീസ് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിനും അത്രത്തോളം വലിയ രീതിയിൽ എൻജോയ് ചെയ്തിരുന്നില്ല. അറ്റ് ദ സെയിം ടൈം അവർ തന്നെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലാഭത്തിന് വേണ്ടി ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ ഹ്യൂമൻ കൈൻഡ് എന്നുള്ള ഈ ഒരു വാക്ക് എന്താ പറയുക പ്രസ്താവനയിലൂടെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ കാസ്റ്റ് എന്ന് പറയുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, ശ്രീനാരായണ ഗുരുവിന് പറ്റുന്നുണ്ട്. കാസ്റ്റ് മീൻസ് കാസ്റ്റ് ബേസ്ഡ് ഓൺ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ദെൻ ഗുലാംഗിരി മക്കൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ജ്യോതിബ ഫുലെ ബോൺ ഇൻ 1827 വാസ് നോൺ ആസ് ദ ലോ കാസ്റ്റ് ലീഡർ ആയിട്ടുള്ള ജ്യോതിബ ഫുലെ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള വർക്കാണ് ഗുലാംഗിരി എന്ന് പറയുന്നത്. ഹി അറ്റാക്ക്ഡ് ബ്രാഹ്മിൻസ് ക്ലെയിം ദാറ്റ് ദേ വേർ സുപ്പീരിയർ ടു അതർ സിൻസ് ദേ വേർ ആര്യൻസ്. ബ്രാഹ്മിൻസിന്റെ ഈ ഒരു എന്താ പറയുക ഡോമിനൻസിനെ വളരെ വോയിസ് റൈസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുക നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ അറ്റാക്ക് ചെയ്തിട്ടുള്ള, ഒപ്പോസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് സോഷ്യൽ റിഫോമർ ആണ് ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഫുലെ, ദ അപ്പർ കാസ്റ്റ് ഹാഡ് ദ നോ റൈറ്റ് ടു ദർ ലാൻഡ് ആൻഡ് പവർ ആൻഡ് ദ ലാൻഡ് ബിലോങ് ടു ദ ഇൻഡിജിനസ് പീപ്പിൾ ഹു വേർ കോൾഡ് ദ ലോ കാസ്റ്റ്. അപ്പോൾ അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞ ആര്യൻസ് അവരെപ്പോഴും എന്താണ് പറയുക, ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ ഡൊല്ലേഴ്സ് അല്ല, അവർ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളാണ്. ഇവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾസ് എന്ന് പറഞ്ഞ ലോവർ കാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡൊക്കെ ആർക്കുള്ളതാണ്, ഈ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ലോവർ കാസ്റ്റിനാണ് എന്ന് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഈ പവറും ലാൻഡും ലോവർ കാസ്റ്റിൻ്റെതാണ് എന്ന് ആര് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ജ്യോതിബ ഫുലെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഫുലെ പ്രൊപ്പോസ് ദാറ്റ് ശൂദ്രാസ് ആൻഡ് Adisudras who should unite to challenge caste discrimination. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ, അതായത് ലോവർ കാസ്റ്റ് പീപ്പിൾസ് ആണ് ഇന്ത്യൻ പീപ്പിൾസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ആര് പറയുന്നുണ്ട്, ജ്യോതിബ ഫുലെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ശൂദ്രരും അതിശൂദ്രരും ഒന്നിക്കണം എന്ന ഫുലെ നിർദ്ദേശിക്കുന്നുണ്ട്. ശൂദ്രാസും അതുപോലെ തന്നെ അതിശൂദ്രാസും ഒന്നിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ. ഗുലാംഗിരി പറഞ്ഞില്ല മക്കളെ, ഗുലാംഗിരി നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ. ഓക്കെ, ഗുലാംഗിരി നെക്സ്റ്റ് സ്ലൈഡിലാണ് സിബി. ഓക്കെ, ദെൻ ഇവിടെ കാണിക്കുക, ഇതാണ് ഗുലാംഗിരി ട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ സത്യശോധക് സമാജ് വാസ് ഫൗണ്ട് ബൈ ഫുലെ ടു പ്രൊപ്പഗേറ്റ് കാസ്റ്റ് ഇക്വാലിറ്റി. കാസ്റ്റ് ഇക്വാലിറ്റിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സത്യശോധക് സമാജ് ആര് ഫോം ചെയ്തു, ജ്യോതിബ ഫുലെ ഫോം ചെയ്തു. ഇത് മക്കൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, ബിക്കോസ് ഇത്തരത്തിലുള്ള ഫൗണ്ടേഴ്സ് അവരുടെ എന്താ പറയുക അവർ പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ്സ് ഇതൊക്കെ ചോദിക്കട്ടോ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അവരുടെ മൂവ്മെന്റ് ഏതാണ്, അതിന്റെ ലീഡർ ആരാണ്, ഫൗണ്ടർ ആരാണ്, ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫുലെ wrote the book named Ghulamgiri, meaning slavery. He established a link between conditions of the lower caste in India and the black slaves in America. അപ്പോൾ അമേരിക്കയിലെ ബ്ലാക്ക് സ്ലേവ്സിനെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോവർ കാസ്റ്റിനെയും ഏകദേശം അവരുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സിമിലിയർ ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഡിഫറൻസസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അമേരിക്കയിലാണെങ്കിൽ വൈറ്റ് ബ്ലാക്ക് എന്ന പ്രശ്നങ്ങളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റു പല ഭാഗത്തും ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ വൈറ്റ് ബ്ലാക്ക് എന്നുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ, നമുക്കിവിടെ ഇന്ത്യയിലാണെങ്കിൽ അത് എന്ത് കാണാൻ പറ്റും, ഇന്ത്യയിലെ കാസ്റ്റ് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാണ് ആര് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ ഗുലാംഗിരി എന്ന് പറയുന്ന ബുക്കിലൂടെ ആര് കണക്ട് ചെയ്യാണ്, ജ്യോതിബ ഫുലെ കണക്ട് ചെയ്യാണ്. അതായത് വേൾഡിന്റെ എൻറ്റയർ പോർഷനിലും എന്ത് നടക്കുന്നുണ്ട്, SKDK ക്രിയേറ്റ് for me it is deleted. Yes, ഗുലാംഗിരി ഡിലീറ്റഡ് ആണ്. ഓക്കെ, അത് മേ ബി ചില സ്കൂളുകളിൽ അങ്ങനെ മാറി വരട്ടെ മക്കളെ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് അതിലൂടെ അദ്ദേഹം എന്താണ് ഈ പറയുന്ന എന്താ പറയുക ബ്ലാക്ക് സ്ലേവ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഇന്ത്യയിലെ ഈ പറയുന്ന ലോവർ കാസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്, ജ്യോതിബ ഫുലെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഏറ്റവും എടുത്ത് പറയുന്ന മറ്റ് പേഴ്സൺസ് എന്ന് പറയുന്നത്, ഇൻ ദ 20th century the movement for caste reform was continued by Dr. B.R. Ambedkar, E.V. രാമസ്വാമി നായക്കർ. 20th century ആയപ്പോൾ എന്താ പറയുക ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ E.V. രാമസ്വാമി നായക്കറിലൂടെയൊക്കെ ഈ പറയുന്ന കാസ്റ്റ് ഇൻഇക്വാലിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് E.V. രാമസ്വാമി നായക്കർ, പെരിയാർ എന്ന പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, അതും കൂടി അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം മക്കളെ. ഓക്കെ, ഇനി who could enter temple? Ambedkar was born into Maha family. As a child, he experienced caste prejudice. In schools, he was forced to sit outside the classroom on the
ground and was not allowed to drink water from taps that upper caste children used. അംബേദ്കർ എന്ന് പറയുന്ന മഹാ ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. ചൈൽഡ് ടൈമിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വെൻ ഹി ഹാസ് സ്റ്റുഡൻറ് അദ്ദേഹം എന്ത് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു, ഈ പറയുന്ന കാസ്റ്റ് ബേസ് ഇൻഈക്വാലിറ്റീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന ഒരു സോഷ്യൽ റിഫോമർ ആണ്, ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡർ ആണ്. അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു സ്റ്റാറ്റസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു പദവി കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താണ് മക്കളെ, എന്ത് പേരിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിൽ എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? മക്കളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ മഹാ ഫാമിലി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഔട്ട് ക്ലാസ് റൂമിൽ പോലും ഇരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ എന്താ പറയുക, അപ്പർ കാസ്റ്റ് ഉപയോഗിക്കുന്ന ടാപ്പിൽ നിന്ന് വാട്ടർ പോലും യൂസ് ചെയ്യാൻ പറ്റാതിരുന്ന പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിരുന്ന ഒരു ലീഡർ ആയിരുന്നു. ഇൻ 1919 when he came back from USA, he wrote about upper caste power in contemporary society. Then അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, USA പോവുകയും അവിടുന്ന് തിരിച്ചു വരികയും ചെയ്തതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഉന്നത ജാതി അധികാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അപ്പർ കാസ്റ്റ് അല്ല അവരുടെ ആ ഒരു പവറിനെ കുറിച്ച് കൃത്യമായിട്ടും ആര് എഴുതുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ഓക്കെ ദാറ്റ് ഈസ് നോട്ട് ഫെയർ. ഓക്കെ, ഇത് ഫെയർ അല്ല, മനസ്സിലായില്ല. ഓക്കെ, യെസ്, രമ്യ മനീഷ് കൃത്യമായിട്ട് പറഞ്ഞു. ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അല്ലേ. ഓക്കെ, ഇനി in 1927 Ambedkar started temple entry movement. His aim was to make everyone see the power of caste prejudice within the society. അപ്പോൾ പിന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ടെമ്പിൾ എൻട്രി എന്ന് പറയുന്നത് എല്ലാവർക്കും അലോ ചെയ്യണം എന്ന ഡിമാൻഡ് മുമ്പോട്ട് വെച്ചുകൊണ്ട് ക്ഷേത്ര പ്രവേശനത്തിനു വേണ്ടി ടെമ്പിൾ എൻട്രിക്ക് വേണ്ടി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. 1927 ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അതായത് ജാതി മുൻവിധികളുടെ എല്ലാവരെയും ശക്തി എല്ലാവരെയും കാണിക്കാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, the non-Brahmin movement. The non-Brahmin movement in the early 20th century was initiated by non-Brahmin castes that had acquired access to education, wealth and influence. They challenged Brahminical claims of power. E. V. Ramaswamy Naikar, known as Periyar, was from middle class family. He founded the self-respect movement. Periyar അല്ലെങ്കിൽ E. V. Ramaswamy Naikar എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമർ, അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് പേര് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആണ്. അദ്ദേഹം എന്തിനാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ലോവർ കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബ്രാഹ്മിൻസ് അല്ലാത്ത വിഭാഗങ്ങൾ, ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകളുടെ എഡ്യൂക്കേഷനും അവർക്ക് വെൽത്തിനും ഒക്കെ വേണ്ടി എന്ത് ചെയ്യാണ്, കൃത്യമായിട്ടും മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇ വി രാമസ്വാമി നായകരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹി ഇൻസ്പയർഡ് ദ അൺടച്ചബിൾസ് ആൻഡ് ആസ്ക്ഡ് ഫോർ ദ to free themselves from all religions in order to achieve social equality. അപ്പോൾ നമുക്ക് ഈ രാമസ്വാമി നായകരിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അൺടച്ചബിലിറ്റി എന്ന അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ, തൊട്ടുകൂടാത്തവർ എന്നൊരു കാറ്റഗറി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം തൊട്ടുകൂടാത്തവരെ പ്രചോദിപ്പിക്കുകയും സാമൂഹിക സമത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും എന്ത് ചെയ്യണം, എല്ലാ മതങ്ങളിലും എന്തുണ്ടാവണം, സോഷ്യൽ ഇക്വാലിറ്റി എൻഷുർ ചെയ്യണം എന്നൊരു ഡിമാൻഡ് മുമ്പോട്ട് വെച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു പെരിയാർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇ വി രാമസ്വാമി നായക്കർ എന്ന് പറഞ്ഞ ലീഡർ. പെരിയാർ വാസ് ആൻ ഔട്ട് സ്പോക്കൺ ക്രിറ്റിക് ഓഫ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിനെ ക്രിറ്റിസൈസ് ചെയ്തിരുന്ന ഒരു പേഴ്സണും കൂടിയായിരുന്നു ആര്, നമ്മളുടെ പെരിയാർ അല്ലെങ്കിൽ ഇ വി രാമസ്വാമി നായക്കർ എന്ന് പറയുന്നത്. ദെൻ the forceful speeches, writings and movements of lower caste leaders led to rethink and self-criticism among upper caste nationalist leaders. അപ്പോൾ ഈ പറയുന്ന ലോവർ കാസ്റ്റിൽപ്പെട്ട ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സ്പീച്ചസും ഒക്കെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സോ വാട്ട് ഈസ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ക്രിയേറ്റഡ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന മിഡിൽ ക്ലാസ് ലോവർ കാസ്റ്റിന്റെ എന്ത് ചെയ്യണം, എംപവർമെന്റിന് വേണ്ടി തന്നെയാണ്, അവർക്ക് ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്, അവർക്ക് അവരുടെ റിലീജിയൻ അവരുടെ എന്താ പറയുക കണ്ടീഷനിൽ അവർക്ക് എന്തുണ്ടാവണം, ട്രസ്റ്റ് ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മക്കളെ. ഓക്കെ, ഇനി അപ്പർ കാസ്റ്റ് നാഷണലിസ്റ്റുകൾ എന്ത് ചെയ്യുക, റീതിങ്ക് ചെയ്യാൻ തുടങ്ങണം. അതായത് ഈ സോഷ്യൽ ഇൻഈക്വാലിറ്റീസ് എന്ത് ചെയ്യണം, അൺടച്ചബിലിറ്റീസ് ബാൻ. ഇപ്പം നൗ ഡേയ്സ് നമുക്ക് അൺടച്ചബിലിറ്റി കാണാൻ പറ്റില്ല. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തു മക്കളെ, ഒഫീഷ്യൽ തന്നെ ബാൻ ചെയ്തു. അതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ അൺടച്ചബിലിറ്റി ആണെങ്കിലും സതി സിസ്റ്റത്തിനൊക്കെ ആണെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുകയും അതിലൊക്കെ മാറ്റങ്ങൾ വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിത്രേ ഉള്ളൂ, സെൽഫ് ക്രിറ്റിസിസം ആര് ചെയ്യാൻ തുടങ്ങി, നാഷണലിസ്റ്റ് അപ്പർ കാസ്റ്റിൽപ്പെട്ട നാഷണലിസ്റ്റ് ലീഡേഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ
ബ്രിട്ടീഷേഴ്സിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തോ എൻഷുർ ചെയ്യണം, ഒരു ഈക്വൽ സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വാലിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു സൊസൈറ്റി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് ആര് റിയലൈസ് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ അപ്പർ കാസ്റ്റിൽപ്പെട്ട ലീഡേഴ്സ് റിയലൈസ് ചെയ്യുന്നു. അങ്ങനെ അവർ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുകയും എല്ലാവരും ഈക്വലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് മക്കൾക്ക് എന്ത് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വളരെ ഒറ്റ ലൈവിലൂടെ നമുക്ക് മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ ലൈവുകളിലും മക്കൾ എന്ത് ചെയ്യണം, വരാണെങ്കിൽ വളരെ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 23 സ്ലൈഡ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാ മക്കൾക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ചാപ്റ്ററിന് എന്താണ് ഉള്ളടക്കം എന്ന് മക്കൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ലൈവിലും മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫയർ ഇട്ടോളി. അപ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ലൈക്കും കൂടി അടിച്ചിട്ട് പോയിക്കോളി. അപ്പോൾ ഇനിയുള്ള ലൈവുകളിലൊക്കെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് പേ അല്ലേ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കട്ടിൻ്റെ ഇഷ്യൂ എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കോളി. അതിൻ്റെ ഫുഡൊക്കെ അടിച്ച് നന്നായി കിടന്നുറങ്ങുക. അപ്പോൾ എന്തായാലും നന്നായി പഠിക്കുക, എക്സാമിനൊക്കെ അടിപൊളി മാർക്കൊക്കെ സ്കോർ ചെയ്യട്ടെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡ് പേ ആണ്. ഫയറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫയർ ഒന്ന് രണ്ട് ഫയർ കാണുന്ന ശേഷം നമുക്ക് വൈൻഡ് പേ അല്ലേ. യെസ്, ഫയർ വരില്ലേ നമ്മുടെ ബാക്കിയോ? ഇല്ല, ഫയറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡ് പേ ആണ്. താങ്ക് യു ഓൾ, ബൈ, ഗുഡ് നൈറ്റ്.